ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പോലീസിൻ്റെ വാഹന പരിശോധന ഒന്നുകൊണ്ട് മാത്രം ഒരു കുടുംബത്തിന് ലക്ഷങ്ങളുടെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടി ഉപകാരമായിട്ട് മാറാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വാഹനങ്ങളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വാഹന രേഖകളുടെ സാധുത അത് വാലിഡ് ആണോ എന്നുള്ള കാര്യം പലപ്പോഴും അറിയാതെ പോകുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, അതിൽ നിന്നും അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ പങ്കുവച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. ഈ സംഭവം നടന്നത് 2022 സെപ്റ്റംബർ 4-നാണ്. സെപ്റ്റംബർ 4-ന് വൈകിട്ട് 6:10 കൊടുങ്ങല്ലൂരടുത്ത് ഒരു പാലത്തിന് അടുത്ത് വെച്ചിട്ട് ഒരു അപകടം നടക്കുന്നു. ഒരു കാറും ഒരു സ്കൂട്ടറും ഉൾപ്പെട്ട ഒരു അപകടത്തിൽ ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റുന്നു. തലയ്ക്കാണ് പരിക്ക് പറ്റുന്നത്. അവരെ തൊട്ടടുത്തുള്ള കൊടുങ്ങല്ലൂരിലുള്ള മെഡിക്കെയർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനി ആ ഫയൽ പരിശോധിച്ച് അതിൻ്റെ അന്വേഷണം നടത്തുന്നതിലേക്കായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഇതിൻ്റെ അന്വേഷണ തുടക്കം എന്നുള്ളതിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിൻ്റെ FIR-ഉം മറ്റ് അനുബന്ധ രേഖകളും വാങ്ങി അത് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിൽ ഈ അക്യൂസ്ഡ്, അതായത് കുറ്റാരോപിതൻ ഓടിച്ചിരുന്ന ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നൽകിയിട്ടുള്ളത് അന്നേ ദിവസം വൈകിട്ട് 6 മണിക്കാണ്. അതായത് 4/9/2022 വൈകിട്ട് 6:10 അപകടം നടക്കുന്നു. ഇൻഷുറൻസ് നൽകിയിട്ടുള്ളത് 4/9/2022 വൈകിട്ട് 6 മണിക്ക്, കൃത്യം 6 മണിക്കാണ് ഇൻഷുറൻസ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ ഇൻഷുറൻസ് നൽകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുണ്ടായിരുന്ന ഇൻഷുറൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തീർന്നു പോവുകയും ചെയ്തിരുന്നു. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഇൻഷുറൻസ് പുതുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം തന്നെയില്ല. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പോളിസിയാണ്. അതിൻ്റെ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ കോമ്പൻസേഷൻ നൽകാനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയുണ്ടാകും. ഇവിടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഈ ഇൻഷുറൻസിൻ്റെ സാധുതയാണ്. ഈ ഇൻഷുറൻസ് നൽകിയിരിക്കുന്നത് കൃത്യമായ രീതിയിലാണോ, അപകടം നടന്നതിന് ശേഷം ആണോ ഈ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. അപ്പോൾ ആദ്യപടി എന്നുള്ള നിലയ്ക്ക് ഈ കൊടുങ്ങല്ലൂരുള്ള മെഡിക്കെയർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചതിൽ നിന്നും ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ അവിടെ എത്തിച്ചത് വൈകിട്ട് 6:20-നാണെന്ന് കാണുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് 7:15-നാണെന്ന് കാണുന്നു. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് 6 മണിക്ക് നൽകുകയും കൃത്യം 6:10 ഈ അപകടം നടക്കുകയും ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു വിവരം അത് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഈ ടൈറ്റിലിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇതിൽ ഈ കുറ്റാരോപിതൻ ഓടിച്ചിരുന്ന വാഹനം അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭർത്താവിൻ്റെ പേരിലാണ്. അവരുടെ വീട് വൈപ്പിനിൽ അടുത്ത് ഇളങ്ങുന്നപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവരുടെ വീട്. ഭാര്യ 3/9/2022 ശനിയാഴ്ച അവർ 3 പീടിക എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള 3 പീടിക എന്നുള്ള ഒരു സ്ഥലത്തേക്ക് അവർ കുട്ടികളുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. 4/9/2022 5 മണിക്ക് ശേഷം അവർ 3 പീടികയിൽ നിന്നും ഇളങ്ങുന്നപ്പോഴേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് മതിലകം എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെയുള്ള പോലീസ് വാഹനം നിർത്തി പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീർന്നതായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. ഉടൻ തന്നെ അവരോട് ഈ സ്ത്രീയോട് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഭർത്താവിൻ്റെ പേരിലാണ് ഈ വാഹനം. ഏതായാലും അവർ ദയാപൂർവം അത് പരിഗണിക്കുകയും അവരോട് പറഞ്ഞു, ഏതായാലും ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻഷുറൻസ് ഇല്ലാതെ പോകുന്നത് അപകടകരമാണ്. അപ്പോൾ ഈ സ്ത്രീ അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള സംവിധാനം ചെയ്യാം എന്നുള്ള ആ ഉറപ്പിൽ അവരുടൻ തന്നെ അവരുടെ ഭർത്താവിനെ വിളിക്കുന്നു. അവരുടെ ഭർത്താവിനെ വിളിക്കുമ്പോൾ അന്ന് ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിക്കും, നമുക്ക് ഞായറാഴ്ച ഇൻഷുറൻസ് ലഭിക്കുമോ? എന്നാൽ ഇവിടെ അതാണ് നമുക്ക് പണ്ടുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പോർട്ടൽ ഓഫീസുകളുണ്ട്, മൈക്രോ ഓഫീസുകളുണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം. അപ്പോൾ ഇവിടെ
നമുക്ക് പണ്ടെല്ലാം ശനി ഞായർ ദിവസങ്ങളിൽ ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളിൽ പറയാറുണ്ടായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഷുറൻസ് തീരുന്നതിന് ഒരു 5 ദിവസം മുമ്പെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഇൻഷുറൻസ് പുതുക്കാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഇത് ഓഫീസ് അവധിയായിരിക്കും, നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ലെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്രോ ഓഫീസുകൾ വഴി എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അങ്ങനെയുള്ള ഒരു ഏജൻസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഫുൾ കവർ ഇൻഷുറൻസ് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരിക്കൽ തീർന്നു പോയ ഒരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഈ വാഹനം ഈ ഏജൻറ്റ് പരിശോധിച്ച് ആ വാഹനത്തിൻ്റെ 4 സൈഡിൽ നിന്നും ഫോട്ടോയൊക്കെ എടുത്ത് ഒരു അപകടത്തിൽ പെടാത്തൊരു വാഹനമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കി കിട്ടുകയുള്ളൂ. എന്നാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പുതുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ബെനിഫിറ്റാണ് ഇവർക്ക് ലഭിച്ചത്. അങ്ങനെ ഈ സ്ത്രീ അവരുടെ ഭർത്താവിനെ വിളിച്ചു പറയുകയും ഈ ഭർത്താവ് ഉടൻ തന്നെ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഈ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റിന്, പുള്ളി സ്ഥിരമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന കാക്കനാട് കങ്ങരപ്പടിയിലുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ്റിന് അദ്ദേഹം ഇതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നു. കൂടാതെ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ തുക ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഇത്രയും വിശദമായിട്ട് പറയാനായിട്ട് കാരണം, നമ്മളൊരു അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ ടൈമെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അദ്ദേഹം ഇതെല്ലാം നടത്തിയിട്ടുള്ളത് 5:45 ശേഷം RC അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം 5:48 അദ്ദേഹം ഇത് എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഈ ഏജൻറ്റ് 6 മണിക്ക് ഇൻഷുറൻസ് അദ്ദേഹത്തിന്, കാരണം മൈക്രോ ഓഫീസ് എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിലിരുന്ന ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പോലും അയാൾക്ക് ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ 6 മണിക്ക് ഈ സ്ത്രീക്ക് ഇൻഷുറൻസ് ലഭിക്കുകയും 6 മണിക്ക് ശേഷം അവർ യാത്ര പുറപ്പെടുന്നു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അവർക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടാകുകയും ഈ മറ്റൊരു സ്ത്രീക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനായിട്ടുള്ളത്, എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻഷുറൻസ് എപ്പോഴും വാലിഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും നിങ്ങൾക്ക് ഈ ഭാഗ്യം ഇങ്ങനെ തുണച്ചെന്ന് വരില്ല. നിങ്ങളുടെ ഭാഗ്യത്തിനായിട്ട് എന്നും പോലീസ് വാഹന പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയെന്നിരിക്കില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഇപ്പോൾ ഒരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാഹന പരിശോധകരെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു അപശകുനം മാതിരി തോന്നാം. പക്ഷേ ഇത് ഒരു ബ്ലസ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള രീതിയിൽ, ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന രീതിയിൽ സംഭവിച്ച ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊരു മനസ്സ് കാണിച്ചാൽ ധാരാളം പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായേക്കാം.